ഹലോ ഗൈസ്, വൈകുന്നേരം നല്ല ബോറടിച്ചപ്പം ഐഡൻറ്റിറ്റി മൂവി കണ്ടാലോ എന്ന് പറഞ്ഞ് കസിന് മെസ്സേജ് അയച്ചു. അവൻ്റെ റിപ്ലൈക്ക് നോക്കിയിരുന്നിരുന്നിരുന്ന് അവസാനം 6:45. ആ സമയം ഓർത്തപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ പതുക്കെ അമ്പലത്തിലോട്ട് ഇട്ടാലോ എന്ന്. അങ്ങനെ ഒരു മുണ്ട ഷർട്ടൊക്കെ ഇട്ട് പതുക്കെ ഞാൻ അമ്പലത്തിലേക്ക് പോയി. പട്ടഴി ദേവീ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ ഞാൻ പോയത്. അവിടെ എത്തുമ്പം തന്നെ ഒരു പോസിറ്റീവ്നെസ്സും ഒരു കാംനെസ്സും ഒക്കെ ഫീൽ ചെയ്ത് തുടങ്ങി. ഞാൻ ഈ ഒരു സമയത്ത് അമ്പലങ്ങളൊക്കെ പോകുന്നത് ഒരു പീസ് ഓഫ് മൈൻഡിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഒരുപാട് വണ്ടികളൊക്കെ കാണുന്നുണ്ട്. ആൽത്തറയിൽ കുറേ ആൾക്കാർ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. ആ കാണുന്ന കേട്ടോ ദേവസ്വം ഓഫീസ്. അവിടെയാണ് നമുക്ക് വഴിപാടും രസീതുമൊക്കെ എഴുതാൻ പറ്റുക. ഈ കാണുന്നതാണ് മുരുകൻ നട. അതിനുശേഷം ഞാൻ മെയിൻ ക്ഷേത്രത്തിലേക്ക് നടന്നു നീങ്ങി. ഈ കാണുന്നതാണ് കേട്ടോ കളത്തിട്ട്. ദർശനത്തിന് ശേഷം എല്ലാവരും ഇവിടെ വന്നാണ് വിശ്രമിക്കാറ്. തെക്കേ അമ്പലത്തിലെ ദർശനത്തിന് ശേഷം ഞാൻ ചുറ്റമ്പലങ്ങളെല്ലാം തൊഴാനിറങ്ങി. ഈ കാണുന്നതാണ് കേട്ടോ നിത്യവും പൂക്കുന്ന കണിക്കുന്ന. ഇവിടെ എല്ലാ ദിവസവും കണിക്കുന്ന പൂക്കും. അതിനിടയിൽ എന്നെപ്പോലെ പീസ് ഓഫ് മൈൻഡ് തേടി വന്നതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു സുന്ദരി മോളും ഫ്രെയിമിൽ ഇടം നേടി. പിന്നീട് സരസ്വതി നടയിലേക്കും ഗണപതിയുടെ നടയിലേക്കും ഞാൻ നടന്നു. സന്ധ്യയ്ക്ക് ശേഷം നാഗത്തറയിലേക്ക് പോകരുത് എന്നൊരു വിശ്വാസം ഉണ്ടായതുകൊണ്ട് ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. എത്ര മനോഹരവും വിശാലമാണല്ലേ പട്ടാരി ദേവീക്ഷേത്രത്തിൻ്റെ ഈ ഒരു കോമ്പൗണ്ട്.